എന്താണെന്നറിയോ, ഷുഗർ ചീരി കേട്ടോ. ഷുഗറുകാർ എത്രയും പെട്ടെന്ന് ഇത് നട്ടുപിടിപ്പിക്കാൻ നോക്കിക്കോ ഒരെണ്ണം. ഇത് ഷുഗറിന് നല്ല ബെസ്റ്റാണെന്നാണ് പറയണേ. ഇതിൻ്റെ താളും ഇതിൻ്റെ ഇലയും നമുക്ക് കറി വെച്ചിട്ട് വരാം കേട്ടോ. ഞാൻ കറി ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് ഇപ്പം തന്നെ വീഡിയോ ചെയ്യാം. ഇത് ഞാൻ ഈ ഇല കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ നാരുണ്ടല്ലോ, ഇങ്ങനെ വലിച്ചു കളയണം കേട്ടോ. കണ്ടോ, നാര് എല്ലാത്തിൻ്റെയും ഞാൻ വലിച്ചു കളഞ്ഞിട്ടിട്ടുണ്ട്. എന്താ ആ നാരൊന്ന് വലിച്ചു കളഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും ഇതിന് ചെയ്യാനില്ല. എന്താ ബാക്കിയെല്ലാം ഇതിൻ്റെ എടുക്കാം കേട്ടോ. നമുക്ക് വലിച്ചെറിഞ്ഞത് ഇത് കണ്ട, ഇല മൊത്തത്തിൽ ഇങ്ങോട്ട് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ട, അരിയണണ്ട, അത്രേ ഉള്ളൂ. അതുപോലെ ഈ സാധനം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, എളുപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ചേനയും താളും ഇതിൻ്റെ ഇലയും എല്ലാം എടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് കറി വെക്കാം കേട്ടോ. ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇത്രയും ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. കഴുകുക, ഇത് നാരിങ്ങനെ അങ്ങോട്ട് ചീമ്പിക്കളയാം. ഓക്കെ, ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. ചീരല തോരൻ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ, ചീരല തോരൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരല തോരൻ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. നമ്മുടെ ചെറുള്ളിയും ഇതെന്താണെന്ന് പറയുക, കാന്താരിമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് കൃഷി ചെയ്തിട്ട് വരാം കേട്ടോ. പെട്ടെന്ന് തന്നെ വരാം. അത്രേ ഉള്ളൂ കേട്ടോ, അത്രയും മതി നമുക്ക്, വേറെ ഒന്നും ചെയ്യണ്ട. ഇച്ചിരി ഉപ്പും ഇട്ട് വേഗം ഒലത്താം കേട്ടോ. നമുക്ക് ഇപ്പം ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്ത മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തില്ലേ, അത് നമുക്കൊന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കണ്ടോ, വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും വഴന്നു വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തോളണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കിതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമുക്കത് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ആ ചേമ്പിൻ്റെ തണ്ടും ആ ഇലയും എല്ലാം അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ട ഇളക്കണണ്ട. ഓ, കാണാൻ നല്ല ഭംഗിയാണല്ലോ. കണ്ട ഇളക്കി കൊടുത്തേക്കണണ്ട.
നന്നായി ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത്രയുള്ള പണിയുള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് വരാം. ഒരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിനി തുറന്നു നോക്കിയാലോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്ന് നോക്കാം. തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് വെന്തുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കാളൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഓക്കേ, അപ്പം എല്ലാവരും വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനി എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഷുഗർ ചീര കഴിക്കണം. ഷുഗർ ചീര എന്നാട്ടോ ഇതിന് പറയണേ. ഇതിൻ്റെ താളെടുക്കാം, ഇലയെടുക്കാം, അരിയ വേവിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. എല്ലാവർക്കും ഷുഗർ നോർമലാവട്ടെ. അപ്പം ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം കേട്ടോ. കമൻറ്റ് ഒന്ന് പറഞ്ഞേക്കട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോവുമായിട്ട് പിന്നെ വരാം കേട്ടോ.